ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി വറുത്തരച്ച മീൻ കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ അളവിൽ കഷ്ണം മീൻ എടുത്തിട്ടുണ്ട്. നമ്മളവിടെ അത് കട്ട്ള, ചെമ്പല്ലി എന്നൊക്കെയാണ് പറയുക. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് 2 നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി, പിന്നെ വേണ്ടത് ഒരു 5-8-10 ചുവന്നുള്ളി പൊടിയായി കട്ട് ചെയ്തതും, ഒരു സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് ചതച്ചതുമാണ്. ഇനി നമുക്കതിലേക്ക് വറുത്തരയ്ക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 1.5 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 സ്പൂണിലധികം മല്ലി, പിന്നെ ഒരു 6 വലിയ വറ്റൽമുളക്, നല്ല എരിവുള്ളതാണ്, ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളകും അത്ര തന്നെ വലിയ ജീരകവും ചേർത്ത് ആ എണ്ണയിലൊന്ന് ശരിക്കൊന്ന് മൊരിയിച്ചെടുക്കണം. ഒരുവിധം മൊരിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/4 മുറി നാളികേരം ചിരവിയത് കൂടി ചേർത്തു. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു അല്പം കൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ ആ പെരിഞ്ജീരകവും കുരുമുളകൊക്കെ എല്ലാം വറുത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ കണ്ടീഷനിൽ നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അത് ചൂടൊന്ന് ആറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളൊന്ന് അരച്ചെടുക്കണം. അതായത് ഒരു പകുതി ചൂടാറിയതിന് ശേഷം വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക. വെള്ളം ചേർക്കാതെ അരയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാവും. വെള്ളം ചേർക്കാതെ അരയ്ക്കുന്ന മസാല ഒരുപാട് ദിവസം നമ്മൾക്ക് വെക്കാനും പറ്റും, കറിക്ക് നല്ല കളറും കിട്ടും. ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ കടായി അടുപ്പത്ത് വെച്ച് ഒരു 1.25 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിൽ ഒരു 1/4 സ്പൂണിലധികം ഉലുവ. അപ്പോൾ ഉലുവ എന്തായാലും നമ്മൾ അത്ര ചേർക്കണം. അപ്പോൾ ചുവന്നുള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്തു. ഇനി അതിലേക്ക് ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ച് അതുകൂടി ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. അപ്പോൾ ചുവന്നുള്ളി മൂപ്പായി നല്ല മണം വരുന്ന ഈ സമയത്ത് കുറച്ച് ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയും ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഒന്നുകൂടി നമ്മളിതാ വഴറ്റി കൊടുക്കണം. ഈ ഘട്ടത്തിൽ നമ്മൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചതച്ചതും കൂടി ചേർക്കുക. ജിഞ്ചർ ഗാർലിക് നേരത്തെ ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അടിപ്പിടിക്കും, അതുകൊണ്ടാണ് ഞാനത് ഈ സമയത്ത് ചേർത്ത് കൊടുത്തത്. അത് ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം തക്കാളി ഇത്തിരി പൊടിയായിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് ചേർക്കുക. അതുകൂടി ചേർത്ത് ഒരുവിധം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ ഒരു കണ്ടീഷൻ ആകുന്ന സമയത്ത് നമ്മളതിലേക്ക് ഒരു 1/4 സ്പൂണ് മുളക് പൊടി, ഒരു കളറിന് വേണ്ടി അത്ര തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തു ഒന്ന് മിക്സ് ചെയ്തു. അതിലേക്ക് ആ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മൊത്തമായിട്ട് നമ്മൾ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വറുത്തരച്ച മീൻ കറിക്ക് അല്പം പുളിയൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ്. ഇപ്പോൾ ഒരു 1/2 ഗ്ലാസ്സിലധികം പുളിവെള്ളം കൂടി ഇപ്പോൾ നമ്മൾക്കിതിലായിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ആ മസാല അരച്ചത് കൂടി നേരിട്ട് ചേർത്ത് കൊടുക്കണം. ആ മസാലയിൽ കിടന്ന് വേണം മീനൊക്കെ വേവാനായിട്ട്. അപ്പോഴാണ് അതിലേക്ക് ശരിക്കും എരിവും ടേസ്റ്റെല്ലാം പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മസാല നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ അത് അലിഞ്ഞലിഞ്ഞ് വന്നോളും. വെള്ളം ചേർക്കാതെ ഉള്ള മസാല ആയതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് പെരുകി വന്നോളും, ഇങ്ങനെ തിളച്ച് വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പാകത്തിന് ഞാനിപ്പോൾ ആക്കിയിട്ടുണ്ട്. ഇനി ആ കറിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ഉപ്പ് പോരാകിണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ട് ചേർത്തുള്ളൂ. കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് അതൊന്ന് 5 മിനിറ്റ് അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ മസാലയിൽ കിടന്നത് 5 മിനിറ്റ് തിളച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കറിയായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഒന്നുകൂടി അതൊന്ന് കുറുകി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ നോക്കി കറക്റ്റാണ്. ഒന്ന് നമ്മൾ ആ പാത്രത്തോടു കൂടി തന്നെ ഒന്ന് ഇളക്കി വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി വെക്കുക. ഇപ്പോൾ 5 മിനിറ്റ് കൂടി കഴിഞ്ഞു. തുറന്ന് നോക്കുമ്പോൾ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാതെ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് അരച്ച് മസാല മീൻ കറി ഉണ്ടാക്കി നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിൽ നിർബന്ധമായിട്ടും നമ്മൾ പെരിഞ്ജീരകം ചേർത്ത് തന്നെ ഉണ്ടാക്കണം. നല്ലൊരു മണമാണ്. ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി. മീനൊക്കെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുമ്പോൾ കറി നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല കുറുകിയ സെറ്റായി വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ ഏത് മീനായാലും ഉപ്പ് പിടിച്ചില്ല, മുളക് പിടിച്ചില്ല എന്നുള്ള ഒരു കംപ്ലൈൻറ്റും ആരും പറയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഈ മീൻ കറി മാത്രം മതി. അപ്പോൾ അടിപൊളിയായില്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.